2019 ഏപ്രിൽ 21 ഞായറാഴ്ച ഈസ്റ്റർ ദിനത്തിൽ രാവിലെ 8:45 കൊളംബോയിലെ ഒരു ചർച്ചിൽ ഒരു വൻ സ്ഫോടനം നടക്കുകയുണ്ടായി. 2 മിനിറ്റ് കഴിഞ്ഞ് അതേ ദിവസം 2 മിനിറ്റ് കഴിഞ്ഞ് 8:47 പഞ്ചനക്ഷത്ര ഹോട്ടലിലും അതേ ശക്തിയിലുള്ള സ്ഫോടനം. എല്ലായിടത്തും മരണവും പരിക്കേൽക്കലുമുണ്ട്. വലിയ തോതിലുള്ളതാണ് സ്ഫോടനങ്ങളെല്ലാം. മൂന്നാമത്തെ സ്ഫോടനം അതേ 8:47 തന്നെ കൊളംബോയിലെ തന്നെ മറ്റൊരു 5 സ്റ്റാർ ഹോട്ടലിൽ. 8:50 3 മിനിറ്റ് കഴിഞ്ഞ് മറ്റൊരു ചർച്ചിൽ അതേ വലിയ സ്ഫോടനം, വൻ കിടസ്ഫോടനം. 8:54 4 മിനിറ്റ് കഴിഞ്ഞ് മറ്റൊരു 5 സ്റ്റാർ ഹോട്ടൽ. വീണ്ടും 9 മണിക്ക് ഒരു ചർച്ച്. ഇങ്ങനെ 20 മിനിറ്റിനുള്ളിൽ 6 വൻകിട സ്ഫോടനങ്ങൾ. 3 ചർച്ച്, 3 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ. ഇതിലെ മൊത്തത്തിലുള്ള 279 പേർ ബലിയായി, 500-ൽ പരം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഫോടനം നടന്ന് അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ അതിന് സ്ഥിരീകരണമുണ്ടായി ആരാണ് നടത്തിയത് എന്നതിനെക്കുറിച്ച്. ജമാഅത്ത് തൗഹീദ് എന്നൊരു മുസ്ലിം സംഘടന ISIയുടെ സാങ്കേതിക സഹായത്തോടെ നടത്തിയതാണ് ഈ സ്ഫോടനം എന്ന് സ്ഥിരീകരിക്കപ്പെട്ട വാർത്തകളും ലോകമെമ്പാടും വ്യാപിച്ചു. അതോടെ പതിവ് പോലെയുള്ള ഇസ്ലാമോഫോബിക്കുകൾ ജാഗരൂകരായി, കർമ്മനിരതരായി. മുസ്ലിം സമുദായവും അതിൻ്റെ 6-ാം നൂറ്റാണ്ട് തൊട്ട് ഇങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ചാ വിഷയങ്ങളായി തുടങ്ങി. അവഹേളനം, അധിക്ഷേപം. ആ സമുദായം പതിവ് പോലെ എല്ലാ സ്ഫോടനങ്ങൾ എവിടെ നടന്നാലും ആര് നടത്തിയാലും ഒരു പ്രത്യേക സമുദായം ആക്ഷേപത്തിന് വിധേയമാവുന്നത് പോലെ ഇവിടെയും നടന്നു. ആർക്കും ഒരു സംശയവുമില്ല ഇത് മുസ്ലിം തീവ്രവാദികൾ തന്നെ, ISI തന്നെ എന്ന കാര്യത്തിൽ. ശ്രീലങ്കൻ ഗവൺമെൻറ്റും അത് സ്ഥിരീകരിച്ചു. അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. അവർക്ക് പേരുകൾ കൂടെ വെളിപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട്. 9 ചാവേറുകളാണ് ഈ 6 സ്ഫോടനങ്ങളിലും, മുഖ്യ സ്ഫോടനങ്ങളിലും, വേറെ 3 സ്ഥലങ്ങളിലായി ചെറിയ 3 സ്ഫോടനങ്ങളിലും. അങ്ങനെ 9 സ്ഫോടനങ്ങളാണ് നടന്നത്. 9 ചാവേറുകൾ ആണ് അതിൽ പങ്കെടുത്തത് എന്നാണ് പറയപ്പെടുന്നതാണ് അതും. അതെല്ലാം ഇന്ന ആളുകളാണ് ഓരോ സ്ഫോടനവും നടത്തിയത്, ഇന്ന സ്ഥലങ്ങളിൽ നടത്തിയത്, ഇന്ന ചാവേറാണ് എന്നുള്ള വിവരങ്ങളും പരസ്യപ്പെടുത്തപ്പെട്ടു. ലോകമാധ്യമങ്ങളിൽ അത് നിറഞ്ഞു ആ വാർത്ത. ഈ സ്ഫോടന പരമ്പരകളും അതോടനുബന്ധിച്ചുള്ള വാർത്താ പ്രചാരണങ്ങളും, അതിനിടയിൽ ശ്രീലങ്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും. ആ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഈ സ്ഫോടനങ്ങൾ നടന്നത്. പല രാജ്യങ്ങളിലെയും 3-ാം ലോക രാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലും, ജനാധിപത്യം പേരിനു നിലനിൽക്കുന്ന പല രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള സ്ഫോടനങ്ങളും കലാപ പരിപാടികളും തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച്, തെരഞ്ഞെടുപ്പ് തൊട്ടു മുമ്പോ ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ പോലും സംഭവിക്കാറുണ്ട് എന്നുള്ളത് ലോകത്തിനറിയാം. പക്ഷേ അതിലെ എല്ലാ കേസുകളിലും പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്നത് അത് ഇന്ത്യയിലായാലും, ശ്രീലങ്കയിലായാലും, സൗദി അറേബ്യയിലായാലും, അമേരിക്കയിലായാലും, അങ്ങ് ആഫ്രിക്കയിൽ എവിടെയെങ്കിലും ആയാലും, പക്ഷേ ഒരേ ഒരു മതവിഭാഗത്തിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാറുള്ളത്. പതിവായി അത് ഏറ്റെടുക്കാൻ തയ്യാറായ സംഘടനകൾ പാകിസ്ഥാൻ എന്ന രാജ്യത്തുണ്ട്. അവർ സ്ഫോടനം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ അത് ഏറ്റെടുക്കും. ചിലപ്പോൾ നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഏറ്റെടുക്കും. അതിനുള്ള കാശ് അവർ വാങ്ങി പോക്കറ്റിലിടുകയും ചെയ്യും. അതിനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ആ രാജ്യത്തുണ്ട് എന്നാണ് കേൾക്കുന്നത്. ഏതായാലും ഈ അടുത്ത സമയത്ത്, ഇന്നലെയും ഇന്നുമായി ശ്രീലങ്കയിലെ പുതിയ ഡെവലപ്മെൻറ്റുകൾ നമ്മളോട് പറയുന്നത്, അന്ന് സ്ഥിരീകരണം നൽകിയ ഉത്തരവാദികൾ അവരിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ശ്രീലങ്കയിലെ മുൻ ഇന്റലിജൻസ് ചീഫ് മേജർ ജനറൽ സുരേഷ് സാലെ എന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി, അദ്ദേഹത്തിൻ്റെ ആസൂത്രണത്തോടുകൂടി, അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ സ്ഫോടനങ്ങൾ അത്രയും നടന്നത്. അത് തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് രാജപക്ഷയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ സ്റ്റേറ്റ് സ്പോൺസേഡ് ഭീകരാക്രമണമായിരുന്നു അത് എന്നും ഇപ്പോൾ ചർച്ചകൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം, ഏതായാലും മേജർ ജനറൽ സുരേഷ് സാലെ അറസ്റ്റിലായിട്ടുമുണ്ട് എന്ന് കേൾക്കുന്നു. ഇന്ത്യയിലെ സമീപകാല സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്ന ആർക്കും തന്നെ ഇതിൽ ഒട്ടും തന്നെ അതിശയം തോന്നാനിടയില്ല. എന്ന് വെച്ചാൽ, നമ്മുടെ നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ സമയത്തെല്ലാം നമുക്കും ഇതുപോലെ ഇത്ര വ്യാപകമായിട്ടല്ലെങ്കിലും, ഇത്ര ആസൂത്രിതമായിട്ടല്ലെങ്കിലും സ്ഫോടനങ്ങളും ഭീകരാക്രമണങ്ങളും നമുക്ക് പുത്തരിയല്ല, നമുക്ക് അത്ഭുതമുളവാക്കുന്ന ഒരു സംഗതിയുമല്ലാതായി തീർന്നിട്ടുണ്ട്. ഒരു ഭരണകൂടം അല്ലെങ്കിൽ അതിൻ്റെ ഭരണാധികാരി, മുഖ്യ ഭരണാധികാരി രാഷ്ട്രീയമായ പ്രതിസന്ധിയിലാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ
സാധ്യതകൾക്ക് മങ്ങലേറ്റിട്ടുണ്ട് എന്ന് തോന്നുമ്പോൾ ആ രാജ്യത്ത് ആഭ്യന്തര കലാപമോ കുഴപ്പമോ സ്ഫോടനങ്ങളോ ഭീകരാക്രമണങ്ങളോ ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ രാഷ്ട്രീയ നിലപാടുകൾ നിരീക്ഷിക്കുന്ന രാഷ്ട്രങ്ങളുടെ നിലപാടുകൾ നിരീക്ഷിക്കുന്ന ആർക്കും വലിയ അതിശയമുണ്ടാകുന്ന ഒരു കാര്യമായി തോന്നുന്നില്ല. ഏതായാലും ഇപ്പോൾ ശ്രീലങ്കയിൽ ഉണ്ടായിട്ടുള്ള ഈ പുതിയ ട്വിസ്റ്റ്, അതായത് ശ്രീലങ്കയിലെ ഈസ്റ്റർ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പുതിയ ട്വിസ്റ്റ് ഏതായാലും ലോകത്ത് ഫോബിക്കുകളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കും എന്ന വ്യാമോഹമൊന്നും ആർക്കും വേണ്ട. എങ്കിലും ഇത് വരാനിരിക്കുന്ന ലോകത്ത് വരാനിരിക്കുന്ന ഇതേപോലെ സംഭവിക്കാനിരിക്കുന്ന പല ട്വിസ്റ്റുകളും നമ്മുടെ രാജ്യത്തും ഇനി ഉണ്ടാകാനിരിക്കുന്നു എന്ന് കാണാം. എന്തൊക്കെ ഉണ്ടായാലും നിലവിലുള്ള ചിരപ്രതിഷ്ഠിതമായ ഇസ്ലാമോഫോബിക്കുകളുടെ ഭയവും ഉത്കണ്ഠയും അവരുടെ വേവലാതികൾക്കും ഇതൊന്നും പരിഹാരമാവില്ല. എങ്ങനെയായാലും 6-ാം നൂറ്റാണ്ടിനപ്പുറത്താണ് ഈ തീവ്രവാദത്തിൻ്റെയും ഈ ഭീകരാക്രമണങ്ങളുടെയും മുഴുവൻ വേരുകൾ. അതൊരു പ്രത്യേക പുസ്തകത്തിനകത്താണെന്നും ഒരു പ്രത്യേക വ്യക്തിയുടെ നിലപാട് മൂലമാണെന്നും ഒരു പ്രത്യേക സമുദായം അത് അതീവ വിശിഷ്ടമായ ഒരു വിശ്വാസമായി കൊണ്ടു നടക്കുകയാണ് ഭീകരാക്രമണമെന്നും ഉള്ള ഈ പല്ലവികൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇനിയും ഒരു 50 കൊല്ലത്തേക്ക് കൂടി. ഭീകരാക്രമണങ്ങൾ, ആഭ്യന്തര കലാപങ്ങൾ, മറ്റ് സമൂഹങ്ങളെ ഭിന്നിപ്പിക്കാനും വേർപെടുത്താനും ധ്രുവീകരിക്കാനുമുള്ള വിഷലിപ്തമായ പ്രസ്താവനകൾ, സ്ഫോടനാത്മകമായ അന്തരീക്ഷം നിലനിർത്തൽ, ഭീകരാന്തരീക്ഷം നിലനിർത്തൽ, ഇത് മുഴുവനും ഇന്നത്തെ ആധുനിക കാലത്തെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട് ഭീരുക്കളും കഴിവ് കുറഞ്ഞവരും അയോഗ്യരുമായ രാഷ്ട്രീയക്കാർ ഉണ്ടാക്കിവിടുന്നതാണെന്ന് കാണാം. ഇത് ഇവിടം കൊണ്ട് മാത്രം തീരുന്നതല്ല, ശ്രീലങ്കയിലോ ഇന്ത്യയിലോ കൊണ്ട് മാത്രം അവസാനിക്കുന്നതല്ല, ബംഗ്ലാദേശിലോ പാകിസ്ഥാനിലോ കൊണ്ടും ഉപഭൂഖണ്ഡം മുഴുവനും കൊണ്ട് തീരുന്നതല്ല. ഇത് അങ്ങ് ഇസ്രയേൽ വരെയും അമേരിക്ക വരെയും ആഫ്രിക്ക വരെയും പരന്ന് വിസ്തൃതമായി കിടക്കുന്ന ഒരു പുതിയ ജനാധിപത്യത്തിനോടൊത്തുള്ള ഒരു പുതിയ ആശയമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. അതായത് സ്റ്റേറ്റുകൾ സ്പോൺസർ ചെയ്യുന്ന ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കലുകൾ. ഇതിന് തയ്യാറെടുത്തുകൊണ്ടുള്ള കൊട്ടേഷൻ സംഘങ്ങളുമുണ്ട്. കുറ്റം ഏറ്റെടുക്കാനും കുറ്റത്തിൽ ചത്ത് വീണ് തകർന്നു പോകാനും തയ്യാറുള്ള വിഡ്ഢികളും ഇല്ലാതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണം. ശ്രീലങ്ക തമിഴ് ഈഴം പ്രശ്നകാലത്തെ നമുക്കറിയാം. ചാവേറുകൾക്ക് കുപ്രസിദ്ധമാണ് ആ പ്രദേശം. നമുക്ക് കേരളീയർക്ക് പോലും ചാവേർ അന്യമായ ഒരു കാര്യമല്ല. നമ്മുടെ മാമാങ്കത്തിൻ്റെയൊക്കെ കഥ ചാവേറുകളുടേത് തന്നെയാണ് ഒരർത്ഥത്തിൽ. ഈ നിലക്ക് ഈ ചാവേർ അഫ്ഗാനിലെയും മറ്റും സ്ഥലങ്ങളിലെ ചാവേറുകളെ നമുക്കറിയാം. എങ്ങനെയൊക്കെ ആയാലും ആര് ചത്താലും, ആര് ചാവേറായാലും, ആര് ചത്താലും കൊന്നാലും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ഒരു നിശ്ചിത മതത്തിൻ്റെയോ നിശ്ചിത സമുദായത്തിൻ്റെയോ പേരിൽ കെട്ടിവെക്കുന്നു എന്നുള്ളത് അതൊരു ആ മുൻവിധി അവസാനിച്ചേ തീരുള്ളൂ. ഏതായാലും ശ്രീലങ്കയിലെ പുതിയ സംഭവ വികാസങ്ങൾ, ഡെവലപ്മെൻറ്റ്സ്, ട്വിസ്റ്റുകൾ, ആ ദിശയിലേക്ക് കുറെ കൂടി നമുക്ക് മുന്നേറാനുള്ള വാതിൽ തുറന്നിടുന്നുണ്ട് എന്ന് കാണാം. അതായത് മേജർ ജനറൽ സുരേഷ് സാലിയുടെ അറസ്റ്റ്, അതിലേക്ക് നമുക്ക് ഒരു സംഭവം നടക്കുമ്പോൾ യുക്തിരഹിതമായ മുൻവിധികളിൽ നിന്ന് മോചിതരാകാൻ ഈ സംഭവം കാരണമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.